രന എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു 4 മണി പലഹാരമാണ്. വളരെ പെട്ടെന്ന് നമുക്കത് തയ്യാറാക്കിയെടുക്കാം. നല്ലൊരു വട റെസിപ്പിയാണ്. അപ്പോൾ ഇതാ ഇതിൻ്റെ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ദോശമാവ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം ഞാൻ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നമ്മൾ ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ നല്ലോണം വെട്ടി തിളയ്ക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് റവയാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഗ്ലാസിൻ്റെ പകുതിയായിരിക്കണം. ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് റവയായിരിക്കണം ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ടിതാ കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ റവയിലേക്ക് എല്ലാവർക്കും അറിയാമല്ലേ, വെള്ളം ചേർത്ത് കഴിയുമ്പം പെട്ടെന്ന് തന്നെ ആ റവയിലേക്ക് ആ വെള്ളം അങ്ങ് ഇറങ്ങി പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ നമ്മൾ ഉപ്പുമാവൊക്കെ തയ്യാറാക്കുമല്ലേ, അതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. എന്നിട്ടിതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയും മതി. എന്നിട്ട് ഇതിനെ കുറച്ച് നേരം ഒന്ന് ആറാനായിട്ട് വെക്കണം. അപ്പോൾ കുറച്ച് കട്ടയായിട്ട് വന്നിട്ടുണ്ടാവും, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മൾക്കത് തയ്യാറാക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് സോഫ്റ്റാക്കി എടുക്കാൻ പറ്റും. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് ആറിക്കിട്ടും. അപ്പോൾ നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമാണ് നമുക്കിതിനെടുക്കാൻ പറ്റുള്ളൂ. നന്നായിട്ട് ആറണം കേട്ടോ, ചെറിയ ചൂടൊന്നും പാടില്ല. അപ്പോൾ അതവിടെ അങ്ങനെ ഇരിക്കട്ടെ. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ദോശമാവാണ്. ഇപ്പം ഞാൻ 1 ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എടുത്തപ്പം ഇത്ര എടുത്തു എന്നേ ഉള്ളൂ. ഇനി ഇതിനകത്തുനിന്ന് കുറേശ്ശെ നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് ഉണ്ട്. 1 പച്ചമുളക്, നല്ല എരിവുള്ളതായതുകൊണ്ട് ഞാനൊരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ, ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5 ചെറിയുള്ളി, അതും ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ റവ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ചൂട് പാടില്ല കേട്ടോ, ഇതുപോലെ നന്നായിട്ട് തണുത്തിരിക്കണം. ഇതിപ്പോൾ കുറച്ചിങ്ങനെ കട്ട പോലെ വന്നിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല. നമുക്കിതിനെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാനുള്ളതാണ്. അതിനുശേഷം നമ്മളിതാ മാവ് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ഈ ദോശമാവ്, ദോശയുടെ ആയാലും ഇഡ്ലിയുടെ ആയാലും കുഴപ്പമില്ല കേട്ടോ. മാവ് എടുക്കുമ്പം ഒരുപാട് ലൂസായിട്ടുള്ള മാവ് എടുക്കരുത്. കുറച്ചിങ്ങനെ തിക്കായിട്ടുള്ള ബാറ്റർ ഉണ്ടല്ലോ, അതായിരിക്കണം കേട്ടോ എടുക്കേണ്ടത്. ഇപ്പം ഞാൻ 2 സ്പൂണാണ് ഒഴിച്ചു കൊടുത്തത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിതൊന്ന് കുഴച്ചെടുക്കുമ്പം ഒരുപാട് മാവ് ഒഴിച്ചിട്ട് കുഴയ്ക്കരുത്. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. കാരണം എന്താ വെച്ചാൽ ഇത് ലൂസായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇതാ ഞാൻ 1 സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുറേശ്ശെ ചേർത്തിട്ടാണ് ഇത് കുഴച്ചെടുത്തിരിക്കുന്നത്. കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് എടുക്കണം, പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആവും. കാരണം റവ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ചൂടാക്കി എടുത്തത്. ഇതാ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ, മറക്കല്ലേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോരുത്. എന്നും പറയണ പോലെ ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ 1 പച്ചമുളക് എടുത്തിട്ടുള്ളൂ, അത് എരിവുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. കറിവേപ്പില കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാച്ചാൽ മല്ലിയിലയും ചേർത്ത് കൊടുത്തോളൂ. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇതുപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ കുഴച്ചെടുക്കുമ്പം ഈ ഉള്ളിയും ഇഞ്ചിയൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ വട തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾക്ക് അതിനകത്ത് മൊരിഞ്ഞ് ആ ഉള്ളിയൊക്കെ കിട്ടണം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കുഴയ്ക്കുമ്പോൾ ഇതെല്ലാം കൂടി ഇട്ടങ്ങ് കുഴച്ച് കഴിഞ്ഞാൽ ഉള്ളിയൊക്കെ ശരിക്കങ്ങ് ചതഞ്ഞു പോവും. നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കുക. അതുകൊണ്ട് ഈ ഒരു സമയത്ത് മാത്രമാണ് ഉള്ളിയും ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഞാനൊരു കാര്യം വീഡിയോയിൽ വിട്ടുപോയതാണ്, ഞാൻ കുറച്ച് കുരുമുളക് 6-7 കുരുമുളക് ചതച്ചിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുരുമുളക് ഇല്ലാച്ചാൽ നിങ്ങൾ കുറച്ച് കുരുമുളക് പൊടി ചേർത്തോളൂ. നമ്മൾ കുരുമുളക് അതേപോലെ തന്നെ ചതച്ചിടുകയാണ് വേണ്ടത് വടയൊക്കെ തയ്യാറാക്കുമ്പം. അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അതിനുശേഷം ഇതാ ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇതാ കയ്യിൽ ഞാൻ കുറച്ചൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയില്ല കേട്ടോ, കുറച്ച് വെള്ളമാണ് ഒന്ന് തൊട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം എന്താ ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. എണ്ണ ചൂടാക്കിയിട്ട് ആ സമയത്ത് തന്നെ നമ്മൾക്ക് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിതിപ്പോൾ നേരത്തെ ഒന്ന് തയ്യാറാക്കി വെച്ചു എന്നേ ഉള്ളൂ. അപ്പോഴാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എണ്ണ ചൂടായി കഴിയുമ്പം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് സോഡാപ്പൊടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ സോഡാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലേ, വടയൊക്കെ നന്നായിട്ടൊന്ന് പൊങ്ങി വരും. പക്ഷെ അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വളരെ ഹെൽത്തി ആയിട്ട് നമുക്കത് തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതല്ലേ. ഇപ്പോൾ ഇതാ ഞാൻ എല്ലാം ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് ഒരു ഹോളൊക്കെ ഇട്ടിട്ട് ഒരു വടയുടെ ഷേപ്പിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി വടയുടെ ഷേപ്പ് വേണ്ട വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനൊരു ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വടയുടെ ഷേപ്പിൽ. അതുപോലെ തന്നെ ചെറുതാക്കിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതാ എല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ വേണമെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലെ എന്തെങ്കിലും പഴംപൊരിയോ അതുപോലെ തന്നെ വട, പരിപ്പുവടയൊക്കെ തയ്യാറാക്കുമ്പം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. മിക്കവർക്കും പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ എണ്ണ ചൂടാവുന്നതിന് മുൻപ് നമ്മളിതങ്ങ് ചേർത്ത് കൊടുക്കും. അപ്പോഴാണ് ഇതൊട്ടും മൂക്കാതെ ക്രിസ്പി ആവാതെ കിട്ടും. അതുകൊണ്ട് ഇതുപോലെയുള്ള പലഹാരങ്ങൾ തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പം തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇതിട്ട് കൊടുക്കുമല്ലോ, കുറച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. പിന്നെ തീ കൂട്ടി കൊടുക്കരുത്, കാരണം അത് വെന്ത് കിട്ടില്ല, ഉള്ളു വേവാതെ ആയിരിക്കും കിട്ടുക. അതുകൊണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഞാനിതുപോലെ ഫ്രൈ ചെയ്യുന്നത് ഉണ്ടാക്കുന്ന സമയത്ത് അറിയാം, കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഞാൻ ചെറിയ പാത്രത്തിനകത്താണ് ഓയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാറുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഓയിൽ നമ്മൾക്ക് അധികം വേസ്റ്റ് ആവില്ല കേട്ടോ. ഒരു പ്രാവശ്യം വറുത്ത ഓയിൽ പിന്നെ നമ്മൾ അങ്ങനെ ഒരുപാട് പ്രാവശ്യം ചൂടാക്കി ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലത്തെ പഴംപൊരി വടയൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മളൊരു ചെറിയ പാൻ വെച്ചിട്ട് ഇതുപോലെ ഒരു 3-4 ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുത്താൽ നമുക്ക് ഒരുപാട് എണ്ണ ലാഭിക്കാൻ പറ്റും കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ചിട്ടെന്ന് വെച്ചാൽ ഒരു പാത്രത്തിനകത്തേക്ക് ഇതെല്ലാം കൂടി ഇട്ടു. ഇപ്പോൾ എനിക്കൊരു 10 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഫ്രൈ ആക്കി എടുത്തത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെളിച്ചെണ്ണയിൽ മുങ്ങി തന്നെ കിടക്കണം ഇത്, ഈ വടയൊക്കെ തയ്യാറാക്കുമ്പം. അല്ലാതെ കുറച്ച് ഓയിൽ എടുത്തിട്ട് ഒരു ഷാലോ ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല, അത്ര ക്രിസ്പി ആയിട്ടും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഒരു വശവും നന്നായിട്ട് ഫ്രൈ ആയി ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ വശവും നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇതാ കണ്ടില്ലേ, നമ്മുടെ വട ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. കുറച്ച് കളർ കുറവായിട്ടാണ് വീഡിയോയിൽ കാണുന്നത് കേട്ടോ. ഞാൻ എന്താ സ്ക്രീനിൻ്റെ അടുത്തേക്ക് ഒന്ന് കാണിച്ചു തന്നത് അതിന് വേണ്ടിയിട്ടാണ്. കുറച്ചും കൂടി നല്ല കളറുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെയല്ലേ, കുറച്ച് കളർ വ്യത്യാസമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതാ അടുത്തതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നമുക്കിതാ റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലത് തേങ്ങാ ചട്നി അല്ലെങ്കിൽ പുതിന ചട്നിയാണ് കേട്ടോ. ഇപ്പോൾ പുതിന ചട്നി തയ്യാറാക്കാൻ അറിയാത്തവർക്ക് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനു മുൻപ്. അപ്പോൾ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ഇഷ്ടമാച്ചാൽ അതും കൂടെ തയ്യാറാക്കിയിട്ട് ഇതിൻ്റെ കൂടെ കഴിച്ചു നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ, വളരെ പെട്ടെന്ന് നമുക്ക് വട തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.